നമ്മളിവിടെ ഒബട്ട് ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്താക്കാനായിട്ടോ. ചെറുപയർ പരിപ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കടലപ്പരിപ്പ് ഉപയോഗിക്കാം. ഏതാണെങ്കിലും വിരോധമില്ല. നമ്മളിതൊന്ന് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് വെന്ത് ഉടയണ്ട. നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതൊന്ന് സോഫ്റ്റ് ആക്കാം. വെന്ത് ഒരു പകുതി വേവ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പരിപ്പൊന്ന് വേവിച്ചിട്ടെടുക്കാം. മൂന്ന് കപ്പ് ആട്ട. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്താക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട്, വെള്ളം അധികം ആവാൻ പാടില്ല. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ, അതായത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടില്ലേ, ആ രീതിയിലുള്ള ഒരു മാവ് വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ അടയ്ക്കൊക്കെ പരത്തുന്ന പോലത്തെ. നമുക്കിതിന്റെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ച് വെക്കാം. ഇത് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 തൊട്ട് 3 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്താക്കുന്നത്. അപ്പൊ ഞാൻ അത് ഉരുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര ചേർക്കുകയാണ്. ശർക്കരയിൽ കല്ലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തോളൂ. അപ്പൊ നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തടയും. ഇത് നല്ല പ്യുവറായിട്ടുള്ള ശർക്കരയാണ്, ഇതിൽ കല്ലൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് നാളികേരം ചേർക്കാൻ പോവാണ് കേട്ടോ. പാവ് മുറുകി തുടങ്ങുന്നുണ്ട്.
നമ്മളിവിടെ ഒരു മുറി നാളികേരാണ് എടുത്തത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം അളവുകളൊക്കെ. നമ്മൾ 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത് വേവിക്കാനായിട്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ 1/2 കിലോ ശർക്കര എടുത്തു. അരമുറി, ഒരു വലിയ മുറി, അരമുറി നാളികേരം ഫുൾ എടുത്തു കേട്ടോ. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചെറുപയർ പരിപ്പ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് കുക്കഡ് ആയിട്ടുള്ളൂ. ഒന്ന് സോഫ്റ്റ് ആയി കിട്ടി, അത്ര തന്നെ ഉള്ളൂ. കണ്ടുല്ലോ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും നമുക്ക് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളം ഫുള്ള് ഊറ്റി കളഞ്ഞിട്ട് ആ ശർക്കരപ്പാവും കൂടി ചേർത്തിട്ട്, ശർക്കരപ്പാവാണെങ്കിൽ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അപ്പൊ അതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണിത്. ഇത് നമ്മൾ അരച്ചെടുത്ത ചെറുപയർ പരിപ്പാണ്. നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇലയൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ വാട്ടിയ ഇലയില് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം കേട്ടോ. നെയ്യ് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതല്. ഈ നെയ്യ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഓയിലെങ്ങാനും ഉപയോഗിക്കാം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ഉപയോഗിക്കാം. ഞാനിത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇപ്പൊ വെച്ചുട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. മാവ് നല്ല പാകമായിട്ടുണ്ട് മാവ്. ഇത് നമ്മളൊരു ദോശത്തവ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പരത്തി വെച്ചേക്കണ ഒപ്പിട്ട് ഒന്ന് തിരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇല ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈ അടിഭാഗം കൂടി നന്നായിട്ടൊന്ന് മുരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതില് ചെറുതായിട്ട് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താക്കണത്. എല്ലാവർക്കും